കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി രണ്ട് സുപ്രധാനമായ കമ്മിറ്റികൾ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒന്ന്, പ്രചരണ വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് വളരെ പരിണതപ്രജ്ഞനായ മുൻ KPC അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ ശ്രീ രമേശ് ചെന്നിത്തലയും, അതോടൊപ്പം തന്നെ അതിൻ്റെ കൺവീനർ, അതിൻ്റെ കോ ചെയർമാനായിട്ട് ഏറെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, പ്രചരണ രംഗത്ത് വളരെ തന്ത്രപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ശ്രീ ഡോക്ടർ ശശി തരൂർ MPയുമാണ്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം വളരെ MLA ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ്. അതുകൂടാതെ മാനിഫെസ്റ്റോ കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനായി സീനിയർ MP ശ്രീ ബെന്നി ബെഹനാനും അതിൻ്റെ കോ ചെയർമാനായിട്ട് എന്നെയുമാണ് നിയമിച്ചിരിക്കുന്നത്. കൂടാതെ 2 MPമാർ ഡീൻ കുര്യാക്കോസും ജബി മേത്തറുമാണ് അംഗങ്ങളായിട്ടുള്ളത്. രണ്ട് സുപ്രധാനമായ കമ്മിറ്റികളാണ് AICC പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പൊതുവിയോഗ യാത്ര വൻപിച്ച ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ UDF പ്രതീക്ഷിക്കുന്ന 100 സീറ്റിന് മുകളിൽ തന്നെ നേടി അധികാരത്തിൽ വരാനുള്ള സാധ്യതകളല്ല, അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. എന്തായാലും മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ എന്ന നിലയിൽ ഞങ്ങൾ വളരെ അടിയന്തരമായി തന്നെ ആ കമ്മിറ്റി കൂടുകയും മാനിഫെസ്റ്റോ, ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിവിധ തലങ്ങളിൽ ഉള്ളവരുമായി ചർച്ച ചെയ്ത് ഏറ്റവും മനോഹരമായ, ഏറ്റവും കാമ്പുള്ള, കേരളത്തിലെ ജനങ്ങൾ ആകമാനം പ്രതീക്ഷിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ പ്രഖ്യാപനം വന്നിട്ടേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളുമായുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മാനിഫെസ്റ്റോ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. എല്ലാ മേഖലയെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ ഇനി, കാരണം കമ്മിറ്റി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്നതിനെ സംബന്ധിച്ച് എല്ലാ നേതാക്കളുമായി ചർച്ച ചെയ്ത് വിവിധ തലങ്ങളിലുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്തായിട്ടായിരിക്കും മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത്. എന്തായാലും ഒരു ജനകീയ മാനിഫെസ്റ്റോ ആയിരിക്കും. ഇന്നേ വരെ ഒരു മുന്നണിക്കും പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ കഴിയാത്ത ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കും മറ്റുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും എല്ലാം പ്രത്യേകമായി പരിഗണന നൽകുന്ന ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും തയ്യാറാക്കാൻ പോകുന്നത്. അല്ല, അത് മാനിഫെസ്റ്റോ കമ്മിറ്റി കൂടിയാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അത് ചെയർമാൻ ശ്രീ ബെന്നി ബെഹനാൻ MPയാണ്. ഞങ്ങളത് ആലോചിച്ചിട്ട് പാർട്ടി KPC നേതൃത്വമായിട്ടും ആലോചിച്ച്, പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ചിട്ടായിരിക്കും ബാക്കി മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്.